Hi friends, എല്ലാവർക്കും Nimshas കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പലണ്ടി അല്ലെങ്കിൽ കടല ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കിയാലോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ട് നട്ട് സ്മൂത്തി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് പീനട്ട് സ്മൂത്തി അല്ലെങ്കിൽ കപ്പലണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. വറുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതിന് ശേഷം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കപ്പലണ്ടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണുള്ളൂ, ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുക്കണില്ല. അത് നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ആവശ്യത്തിന് തന്നെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. അപ്പോൾ ബദാം ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 10-15 ബദാം ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടി തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റ്സ് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്ന കാരണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാരയുടെ ഒരു അളവ്, അതായത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 ഡേറ്റ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള ഡേറ്റ്സ് തന്നെയാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ അളവിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള ടൈപ്പ് ഡേറ്റ്സ് ആണ് നിങ്ങൾ ഇതിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ അളവ് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോണ്ട. ഈ ഒരു അളവിലേക്ക് ഈ ഒരു മീഡിയം സൈസുള്ള പഴം തന്നെയായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ആ ഒരു നട്ട്സിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പാലോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല. വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണത്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ആദ്യം ഒഴിക്കുക, അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഓവറായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതൊന്ന് നല്ലപോലെ അരഞ്ഞു വരുമ്പോൾ ബാക്കി നമ്മൾ എടുത്ത് വെച്ച വെള്ളം കൂടിയും അതിലൊഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. കണ്ടില്ലേ, ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കണത് കേട്ടോ. കണ്ടില്ലേ, കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ വെള്ളത്തിന് പകരം പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടീസ്പൂൺ നിറയെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് 1 ടേബിൾ സ്പൂണിനേക്കാളും കൂടുതലുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഒഴിവാക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മാറും. ഡേറ്റ്സ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പഴത്തിന് മധുരമാണല്ലോ, അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ തന്നെ ആയിരിക്കുമല്ലോ ഇത് ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തുല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് കൂടുതൽ ചേർത്തിട്ട് വെള്ളം കുറച്ച് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒഴിക്കണ വെള്ളം നല്ല തണുത്ത വെള്ളം, ഐസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും ഈ ഒരു സ്മൂത്തി. അപ്പോൾ ഞാനിതിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ബദാം ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്മൂത്തി എന്നൊക്കെ പറയുമ്പോൾ 1 ഗ്ലാസ്സൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വരും. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉണ്ട് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്.
കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പീനട്ട് ബനാന സ്മൂത്തി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിതൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഡേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ 2 വീണ്ടും